രാവിലെ 5 മണിയോടെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഇന്ന് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. അമ്പലത്തിൽ എൻ്റെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് അവിടെ പൊങ്കാലയുണ്ട്. അപ്പോൾ നമുക്ക് പൊങ്കാല ഇടാനായിട്ട് കുറച്ച് പൂവൊക്കെ പിച്ചി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. അങ്ങനെ അമ്പലത്തിലെത്തി വണ്ടി ഒരു സൈഡിലായിട്ട് മാറ്റി ഒതുക്കി വെച്ചിട്ട് നേരെ നമ്മൾ നമ്മുടെ പൊങ്കാല ഇടുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് നമ്മുടെ കലവും അടുപ്പിൻ്റെ അടുത്ത് കലം എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം നേരെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വരാവേ. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. എങ്കിലും അകത്ത് കയറി തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം ഇനി നമുക്ക് പൊങ്കാലയിലേക്ക് കടക്കാം. പൊങ്കാല ഇടാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. അപ്പോൾ അങ്ങനെ അമ്പലത്തിൽ ഭണ്ഡാരടുപ്പിൽ ദീപം തെളിച്ചതിന് ശേഷം അത് നമ്മുടെ ഓരോരുത്തരുടെയും കലത്തിലേക്ക് പകർന്നു തരികയാണ് ചെയ്തത്. അങ്ങനെ നമ്മുടെ കലത്തിലും തീ കൊളുത്തിയതിന് ശേഷം അരി കഴുകി അതിനകത്തേക്കിട്ട് പായസത്തിനുള്ള പരിപാടികളെല്ലാം തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ അരി കഴുകിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം അത് നന്നായിട്ട് തിളച്ച് തൂകി പിന്നീട് ബാക്കിയുള്ള സംഭവങ്ങൾ ശർക്കര, തേങ്ങ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് നമ്മളങ്ങനെ നമ്മുടെ പൊങ്കാല അമ്പലത്തിലേക്ക് ദേവിക്ക് നിവേദിച്ചിരിക്കുകയാണ്. അപ്പോൾ പൊങ്കാലയുടെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരെല്ലാവരും പോയി എൻ്റെ ചാനലൊന്ന് പോയി നോക്കി കണ്ടു നോക്കണേ. അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാവർക്കും പകുത്തു കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതിൻ്റെ ഫുൾ വീഡിയോ എൻ്റെ ചാനലുണ്ട്. എല്ലാവരും പോയി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.